ചെമ്പനീർ പൂവ് ഇന്നത്തെ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ സച്ചിയും ശ്രീകാന്തും കൂടി കിച്ചണിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ചെല്ലുമ്പോൾ സുധിയെ സച്ചി വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു സവാള ഒന്ന് അരിഞ്ഞേരെ. അപ്പോൾ സുധി പറയുന്നു 7 ഡിഗ്രിയുള്ള ഞാൻ സവാള അരിയാനോ? ഇവരുടെ ഈ ബഹളവും കേട്ടിട്ട് അച്ഛൻ അടുക്കളയിൽ വരുമ്പോൾ അച്ഛൻ ചോദിക്കുന്നു സഹോദരങ്ങൾ തമ്മിൽ എന്താണ്? അപ്പം സച്ചി പറയുന്നു ശ്രീകാന്ത് സുധിയെ വിളിച്ചു ഒന്ന് സഹായിച്ചു തരാൻ, പക്ഷേ സഹായിക്കാൻ പറ്റില്ലെന്ന് സുധി പറയുന്നു. അപ്പം അച്ഛൻ പറയുന്നു ഇങ്ങനെയൊന്നും നിങ്ങൾ ദേഷ്യപ്പെട്ടൊന്നും പറയണ്ട, ഞാൻ അതിൻ്റേതായ രീതിക്ക് പറയാം. അപ്പോൾ അച്ഛൻ പറയുന്നു സുധിയുടെ അടുത്ത് സവാളയൊന്ന് അരിഞ്ഞു കൊടുക്കാൻ. സവാള അരിയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സുധി അവിടെ നിന്ന് പോകുന്നു. സച്ചിയും ശ്രീകാന്തും കൂടി സവാളയും എല്ലാം വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അവിടെ പൂ കെട്ടാൻ വന്നവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ശ്രുതിയും പറയുന്നു ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഒന്നും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കഴിക്കില്ല, ഞങ്ങൾ കടയിൽ നിന്ന് വേറെ ഏതെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോളാമെന്ന്. അങ്ങനെ ഇവർ എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരുന്ന് അതിൻ്റെ കുറിച്ച് അഭിപ്രായം പറയുന്നു. നല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെ. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ വയറ് വിശന്ന് ഇരിക്കുന്ന സമയമായിരുന്നു. ശ്രുതി അടുക്കളയിൽ ചെന്ന് അത് മോഷ്ടിച്ച് കഴിക്കുന്ന സമയം ശ്രുതിയും അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ശ്രുതി പറയുന്നു ആരെങ്കിലും വരും മുമ്പ് നമുക്ക് ഇതിനെ കഴിച്ച് തീർക്കാമെന്ന്. അതുവഴി വന്ന സച്ചി അത് കാണുകയും വെള്ളം കുടിക്കാൻ വന്ന സച്ചി അത് കാണുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും അവർ പൂവെട്ടുന്ന അവിടേക്ക് പോകുന്നു. ആ സമയം ചന്ദ്രമതി ശ്രീകാന്തിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് അകത്ത് പോകുന്നു. എന്നിട്ട് പറയുന്നു ദേവുമായിട്ട് അവന് ഭയങ്കര അടുപ്പമുണ്ട്, ഇത് ഏത് റിലേഷനിലാവുമെന്ന് ഒരു ഉറപ്പുമില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു അമ്മയ്ക്ക് അത്രയ്ക്ക് സംശയമാണെങ്കിൽ വാ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞ് ചന്ദ്രമതിയെയും വിളിച്ചുകൊണ്ട് ഫ്രണ്ടിൽ പോകുന്നു. എന്നിട്ട് എല്ലാവരും മുന്നിൽ ചോദിക്കുന്നു ചേച്ചിക്ക് ഈ ദേവുവും ശ്രീകാന്തും സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് പറയുന്നു. വേറെ 2-3 ചോദിക്കുന്നു, ആരും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാര്യമെന്ന് ശ്രീകാന്തിൻ്റെ ഭാര്യ ചോദിക്കുമ്പോൾ അവൾ പറയുന്നു അമ്മ എനിക്ക് സംശയമൊന്നുമില്ല, അമ്മയ്ക്കാണ് സംശയം. അങ്ങനെ ചന്ദ്രമതി അവിടെ നാണം കെടുന്നു. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു കഷ്ടം അമ്മേ, എന്നാലും ഇങ്ങനെയൊക്കെ പറയാൻ. അതിനുശേഷം അച്ഛൻ ചന്ദ്രമതിയെയും വിളിച്ചുകൊണ്ട് അകത്ത് പോകുന്നു. ഇപ്പം കണ്ടല്ലോ നീ നാണം കെട്ടത്, ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ലെന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.